ഞാൻ അന്ന് ഭയങ്കര ഗ്രീഡി ആയിരുന്നു. എനിക്ക് ഭയങ്കര നമ്മൾ പറയില്ലേ ഭയങ്കര ആക്രാന്താന്ന് പറയില്ലേ. ഞാൻ സെയിൽ കുറഞ്ഞ എൻ്റെ പിള്ളേരെ പിടിച്ച് ഞാൻ കുരിശുമ്പ് നിർത്തും. എനിക്ക് വേണം, എനിക്ക് സെയിൽ വേണം, എനിക്ക് ഇത്ര രൂപ കൊണ്ടുവന്നേ പറ്റൂ. ഒരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്തു. ആ ബ്രാൻഡ് എടുത്ത് അന്ന് തൊട്ട് ഞാൻ പെട്ടു. ഒരു സിങ്കിങ് ഷിപ്പിലാണ് ഞാൻ ചെന്ന് കയറിയത്. അവിടുന്ന് അങ്ങനെ ലയബിലിറ്റീസ്, ലോൺ ഇഷ്യൂ, ജപ്തി, അങ്ങനെ കുറേ ഇഷ്യൂസിലേക്ക് മാറുന്നു. അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ പണത്തോടുള്ള ആക്രാന്തവും ഗ്രീഡും അതിൻ്റെ പിന്നാലെ എത്ര നമ്മൾ പോകുന്നോ അത് നമ്മുടെ ദൂരെ പോവുള്ളൂ എന്ന് മനസ്സിലായി. എന്താണ് ശരത്തിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ സക്സസ്? മനസമാധാനമായിട്ട് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നതാണ് ഫിനാൻഷ്യൽ സക്സസ്. അമ്മ മകൻ എന്നുള്ളൊരു ഇതിൽ നോക്കുമ്പോൾ ഐ എം ദ മോസ്റ്റ് സക്സസ്ഫുൾ. പക്ഷെ അച്ഛൻ നോക്കുമ്പോൾ അച്ഛൻ ഉണ്ടാക്കി വെച്ചൊക്കെ കൊണ്ടു കളഞ്ഞൊരു പയ്യനാണ് ഞാൻ. ഈ കറൻസി ചക്രം മണി എന്ന് പറയുന്നത് നമ്മൾ അവരെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചാൽ അവർ നമ്മുടെ ദൂരത്ത് പോകും. നമ്മൾ അവരെ വലിയ മൈൻഡ് കൊടുക്കാണ്ട് സെറ്റിലാക്കി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുമെന്നാണ് ഒരു ലാസ്റ്റ് ഒരു 10-12 ഇയേഴ്സിൽ എൻ്റെ ഒരു ഫൈൻഡിങ്സ്. ഞാൻ അടുത്തൊരു ബുക്ക് ഞാൻ എഴുതുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള ഫെയിലേഴ്സിനെല്ലാം ഞാൻ പിച്ച് ഔട്ട് ചെയ്യും. കാരണം നമ്മൾ കേൾക്കുന്നതൊക്കെ സക്സസ് സ്റ്റോറീസാണ്. ഫോൾ ഡൗൺസ് പറ്റിയിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ അല്ലേ, പക്ഷെ അവരാരും അത് പറയില്ല. ഇവരിത് പറഞ്ഞാലല്ലേ നെക്സ്റ്റ് ജനറേഷൻ അങ്ങനെ ഒരു ഫോൾ ഡൗൺ പറ്റാതെ നോക്കാൻ പറ്റുള്ളൂ അറ്റ്ലീസ്റ്റ്. യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്ന, അമ്മയോടൊപ്പം യാത്രകൾ ചെയ്യുന്ന നമ്മുടെ തൃശ്ശൂരുകാരുടെ സ്വന്തം ശരത് കൃഷ്ണൻ. ശരത്ത് പറയും ഞാൻ വെറും ഒരു സാധാരണ ആളാണെന്ന്. പക്ഷേ നമുക്ക് ശരത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. സോ വെൽക്കം ശരത് ടു കാര്യം സാമ്പത്തികമാണ് വിത്ത് അനുശ്രീദാസ്. താങ്ക് യു. ശരത്ത് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് തൃശ്ശൂരല്ലേ? കംപ്ലീറ്റ്ലി തൃശ്ശൂർ. ബോൺ, ബ്രോട്ട്, സ്റ്റഡീഡ്, സ്റ്റിൽ ലിവിങ്. ഇനിയും പുറത്തു പോകാൻ താല്പര്യമില്ല. ഭയങ്കര തൃശ്ശൂർ പ്രേമിയാണെന്ന് ഞങ്ങൾക്ക് ഹാർഡ് കോർ വ്ളോഗ്സും ഇതെല്ലാം കാണുമ്പോൾ അറിയാം. സോ തൃശ്ശൂർ തന്നെ പഠിച്ചു വളർന്നു. അപ്പൊ ചൈൽഡ്ഹുഡ് ഫുൾ തൃശ്ശൂരാണ്. രണ്ട് സിബ്ലിങ്സ് അല്ലേ? ചേച്ചിയും ചേട്ടനും പിന്നെ ഞാൻ. ചൈൽഡ്ഹുഡ് ഒക്കെ എങ്ങനെയായിരുന്നു? എവിടെ പഠിച്ചത്? അതൊക്കെ ഒന്ന് പറയാം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഹരിശ്രീയിലാണ്. ചൈൽഡ്ഹുഡ് മോശമായിരുന്നായിരിക്കും ഹരിശ്രീന്ന് ഞാൻ നേരെ ഡോൺ ബോസ്കോ പോയി അവിടെ ഒരു കൊല്ലം പഠിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ചൈൽഡ്ഹുഡ് മോശമായിരുന്നായിരിക്കും ഞാൻ നേരെ മോഡൽ ബോയ്സിലേക്ക് വന്നു. ഐ വാസ് വെരി സിക്ക് ഇൻ ചൈൽഡ്ഹുഡ്, ലൈക്ക് ആസ്മാറ്റിക് ആയിരുന്നു ഞാൻ. അത് യോഗ ചെയ്ത് മാറ്റിയതാണ്. അപ്പം ഡോൺ ബോസ്കോ വീട്ടിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും വയ്യാണ്ടാവും. അച്ഛൻ ഡെയിലി പിക്ക് ചെയ്യാൻ വരേണ്ടി വരും. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും നോക്കാം. ഹരിശ്രീന്ന് മാറിയത് മറ്റേ ഏതോ വലിയ സിലബസ് ആണല്ലോ അവിടെ. അപ്പോൾ അത് പറ്റാത്ത കാരണം എന്നെ പിടിച്ച് സ്റ്റേറ്റിലേക്ക് ആക്കിയതാണ്. ICSE ആയിരുന്നു ഹരിശ്രീ. അങ്ങനെ ഞാൻ സ്റ്റേറ്റിലേക്ക് മാറി. അങ്ങനെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂൾ നോക്കി മോഡൽ ബോയ്സ് ആ സ്കൂള്. അങ്ങനെ മോഡൽ ബോയ്സിലേക്ക്. അപ്പോൾ എനിക്ക് മണി അടിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ലൈക്ക് ഒരു 100 മീറ്റേഴ്സ് പോലും ഇല്ല വീട്ടിൽ നിന്ന്. അപ്പോൾ മോഡൽ ബോയ്സാണ് ലൈഫിൻ്റെ ഒരു കളറ് ചേഞ്ചാക്കി തന്നത്. അത്ര കാലം കൂടെ പഠിക്കുന്നതൊക്കെ രാഗം തിയേറ്ററിൻ്റെ മകൻ, കല്യാൺ സ്വാമിയുടെ മക്കൾ, അല്ലെങ്കിൽ ഫാഷൻ്റെ പിള്ളേർ, അങ്ങനെ വലിയ ആൾക്കാരാണ്. വലിയ ഇന്ന് എന്നെ പിക്ക് ചെയ്യാൻ ഏത് ബെൻസ് വരും എന്ന് ആലോചിച്ചിരിക്കുന്ന കാലഘട്ടം. അല്ലെങ്കിൽ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ എന്ത് കറിയാണ് ഉണ്ടാവാന്ന് പീരീഡിലെ ആലോചിക്കുന്ന കുട്ടികൾ. അതാണ് ഹരിശ്രീയുടെ ഒരു പ്രൊഫൈല്. തൃശ്ശൂരത്തെ ഗുഡ് ഷെപ്പേർഡാണല്ലോ. അവിടുന്ന് മാറി മോഡൽ ബോയ്സിലേക്ക് മാറി ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ കുട്ടികളിലേക്ക് വന്നപ്പോഴാണ് ഞാനും കുറച്ചും കൂടിയും റിയാലിറ്റിയിലേക്ക് വന്നത്. സോ ഏതാണ് ബെസ്റ്റ് സ്കൂളിംഗ് ചോദിച്ചാൽ മോഡൽ ബോയ്സാണ്. മോഡൽ ബോയ്സ് എന്നാണ് ഞാൻ ജീവിതം പഠിച്ചത്. അല്ലെങ്കിൽ നമ്മളീ കാണുന്ന ഒരു റിയാലിറ്റി വേറൊരു സൈഡും കൂടി ഉണ്ട്. ഉച്ചയ്ക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന മുട്ടയും കഞ്ഞിയും കാത്തു നിൽക്കുന്ന കുട്ടികൾ ഞാൻ പഠിക്കുന്ന 2003-2004 കാലഘട്ടങ്ങളിൽ ഉണ്ട് എന്ന് മനസ്സിലായ ഒരു സ്റ്റേജസ് മോഡൽ ബോയ്സ്. അപ്പോൾ സിബ്ലിങ്സ് ഒരു ചേട്ടനും ഒരു ചേച്ചിയും. ചേട്ടനും ചേച്ചിയും ഹരിശ്രീ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. ഞാൻ ആ വീട്ടിലെ ഏറ്റവും തലതെറിച്ചത് ഏറ്റവും അവസാനത്തെ ആയിരിക്കുമല്ലോ എപ്പോഴും. റെസ്പോൺസിബിൾ വണ്ണായിരുന്നോ അതോ? വെരി ഇറസ്പോൺസിബിൾ വണ്ണായിരുന്നു. ഓക്കെ. അപ്പൊ ഫാദർ ആക്ച്വലി റൈറ്റർ ആണ്. പുള്ളി വേറെ എന്തെങ്കിലും ചെയ്തിരുന്നു? അച്ഛൻ അതിൻ്റെ ബിസിനസ് ഒരു എന്താ പറയുക ഒരു NRA ആയിരുന്നു. ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകാരനാണ്. ലൈക്ക് റബ്ബർ ഉണ്ട്, പിന്നെ ഒരു കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്മാർട്ട് ബിസിനസ്സുകാരൻ. ആളുടെ നല്ല ഏജിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് റൈറ്റിങ്ങിലേക്ക് കടന്നപ്പോൾ പിന്നെ അതിനെ ഫോളോ ചെയ്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ക്ലോസ് ടു 2000 അച്ഛൻ്റെ ആദ്യത്തെ ബുക്ക്
ഇപ്പോഴും സ്റ്റിൽ വൺ ഇസ് ഗോയിങ് ഓൺ. അപ്പോൾ സാധാരണ ഇപ്പോൾ ശരത്തിനെ കാണുന്നവർ ചിന്തിക്കും, ഓക്കെ, ഒരു പ്രിവിലേജ് ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് അതുകൊണ്ടാണ് ഇത്ര എപ്പോഴും ഇങ്ങനെ യാത്രകൾ അങ്ങനെയൊക്കെ പോകാനും ഒക്കെ പറ്റുന്നതെന്ന്. അപ്പം അത് ആക്ച്വലി ഒരു സത്യമാണോ അതോ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നതാണോ? വാട്ട് വി സീ ഇൻ സോഷ്യൽ മീഡിയ ഇസ് നോട്ട് ട്രൂ അല്ലേ? അതെ. നമ്മൾ അതിൽ ഭംഗിയുള്ള കാര്യങ്ങളും രസമുള്ള കാര്യങ്ങളും മാത്രമേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. രസമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ സട്ടിലായി പോസ്റ്റ് ചെയ്ത് പോകും, കാരണം നമുക്ക് ആൾക്കാരെ പറ്റിക്കണ്ടല്ലോ. അപ്പോൾ പക്ഷേ ഇറ്റ്സ് നോട്ട് അങ്ങനെ ചിന്തിക്കണ പോലെയല്ല. ശരിയാണ്, ഐ വാസ് ബോൺ ഇൻ ലൈക്ക് ദാറ്റ്. പക്ഷേ റൈറ്റ് നൗ അങ്ങനെയല്ല. നമ്മൾ സാധാരണ പറയില്ലേ, നമ്മൾ ഉണ്ടാക്കി എത്തിയതാണെന്ന് പറയില്ലേ, ഞാൻ ആക്ച്വലി മുകളിൽ നിന്ന് നിലത്തേക്ക് വീണ ആളാണ്. ഞാൻ കട്ടിലുമ്പോൾ കിടന്നിരുന്ന നിലത്തേക്ക് വീണു. ഡസൻ മീൻ ഇപ്പോൾ കട്ടിലില്ല എന്നല്ല, പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ ചെയ്ത് വെച്ചിട്ടുള്ള സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഒരു സൈഡിൽ കൂടെ മകനായ ഞാൻ തീർത്ത് വരുന്നുണ്ട്. ഒരു നീലകണ്ഠൻ ലൈനില്ല, ഒരുമാതിരിയൊക്കെ തീർത്തിട്ടുണ്ട്. നമുക്കൊരു 6 അടി പോരെ കിടക്കാൻ. അപ്പം ബിസിനസ് വൈസിൽ ഞാൻ കുറേ ഫെയിലിയേഴ്സ് സംഭവിച്ചിട്ടുള്ള ഒരാളാണ്. ബട്ട് ദ ഫണ്ണിയസ്റ്റ് പാർട്ട് ഇസ് ഐ എം സ്റ്റിൽ കീപ്പിംഗ് ഓൺ ഡൂയിങ് സംതിങ്. എൻ്റെ ആ ത്രൈവ് തീർന്നിട്ടില്ല, ഞാനിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറയുക, നല്ലൊരു സമയത്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങി, ആ സമയത്ത് ഒരുപാട് നല്ല ബ്രാൻഡ്സും പ്രോജക്ട്സും ഒക്കെ ചെയ്യാൻ പറ്റി. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഫോൾ ഡൗൺ വന്നു. പിന്നെ അതിൽ നിന്ന് കയറി വരാൻ ഒരുപാട് സമയമെടുത്തു. ഒരു വലിയ ഫോൾ ഡൗൺ ആയിരുന്നു. അപ്പോൾ അത് കയറി വരാൻ കുറേ സമയമെടുത്തു. ഈ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിവിലേജസ് ആണ് നോർമലി എൻജോയ് ചെയ്തിട്ടുള്ളത്? പിന്നെ റെസ്ട്രിക്ഷൻസ് ആണെങ്കിലും എങ്ങനെയായിരുന്നു അച്ഛനും അമ്മയൊക്കെ? റെസ്ട്രിക്ഷൻസ് എൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കള്ളു കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഐ സ്റ്റിൽ ഹാവ് ഇൻ ട്രൈഡ്. ഡസൻ മീൻ ഇറ്റ്സ് എ വാവ്. അങ്ങനെ ഒരു ശീലം വന്നില്ല ചെറുപ്പത്തിലെ. എന്നാൽ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ചുറ്റുവട്ടമുള്ളവരൊക്കെ ബാറും ഡിസ്റ്റിലറികളും വലിയ വലിയ കള്ളുകുടിയന്മാരും, കള്ളുകുടിക്ക് കപ്പ് മേടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് എൻ്റെ ഫ്രണ്ട്സ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, കുടിക്കണം അല്ലെങ്കിൽ വലിക്കണം അങ്ങനത്തെ ഒരു ഗാങ്ങിലാണ്, പക്ഷെ ചെയ്തിട്ടില്ല. അപ്പോൾ അച്ഛനായാൽ പോലും എവിടെയെങ്കിലും പോകുമ്പോൾ അച്ഛനൊരു പേടിയില്ല. അത് സാരില്ല, പൊക്കോട്ടെ. അല്ലെങ്കിൽ പല ഈവൻ ഇൻക്ലൂഡിങ് നമ്മുടെ ബന്ധക്കാർ വരെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ അടുത്ത് ശരത്തിനെ ബാറിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുടിക്കില്ല എന്നറിയാം. ഞാൻ ബാറിലിരുന്നുകൊണ്ടും ഞാൻ അങ്ങനത്തെ ഗാങ്സിൽ പോയതുകൊണ്ട് അച്ഛന് പ്രശ്നമില്ല. ഈവൻ അമ്മയ്ക്കായാലും പേടിയില്ല. നമ്മളൊക്കെ ഇന്നത്തെ ഒരു ജനറേഷൻ ഏറ്റവും വലിയ പേടി ആ ഗാങ്ങിൽ ചെന്നാൽ ആ ഗാങ്ങിലെ പോലെ ആവുന്നാണല്ലോ. എന്താ പറയുക, സാധാരണക്കാർ തൊട്ട് വലിയ ആൾക്കാർ വരെയുള്ള ഗാങ്ങിലുണ്ട്. പക്ഷെ ഞാൻ കുടിക്കില്ല. ഈ കുടിച്ചൊരു മോശമെന്നല്ല, ഞങ്ങളുടെ കയ്യിൽ ആ ഒരു ഇതില്ല എന്ന് മാത്രം. അപ്പോൾ അമ്മയും അച്ഛനും അവർ ആരായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ, ഫിനാൻസസും കാര്യങ്ങളൊക്കെ എപ്പോഴും മാനേജ് ചെയ്യുന്നത്? എപ്പോഴും ഒരു ഫിനാൻസസ് മാനേജ് ചെയ്യാൻ എപ്പോഴും സ്ത്രീകളായിരിക്കും നല്ലത്. എൻ്റെ അമ്മയാണ് അവിടെയുള്ള ഇലക്ട്രിസിറ്റി ബില്ല് മുതൽ അരി മേടിക്കണ കാര്യങ്ങൾ മുതൽ ഹാൻഡിൽ ചെയ്യുക അമ്മയാണ്. അച്ഛൻ അത് ഉണ്ടാക്കി വെച്ചതാണല്ലോ, അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതും ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നതും അമ്മയാണ്. ഇപ്പോൾ ശരത് നേരത്തെ പറഞ്ഞു നമ്മൾ അച്ഛൻ കുറേ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാക്കി വെച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ട് ശരത്തിന് ഫീൽ ചെയ്ത് എന്താണ്, എന്തുകൊണ്ടാണ് അത് ആ സേഫ് എന്നുള്ള ഒരു ഫീലിംഗ് തോന്നിയത്? സേഫ് എന്നുള്ള ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു അന്നത്തെ സമയത്ത്. പിന്നെ നല്ല ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു അന്നത്തെ സമയത്ത്. ലൈക്ക് ഞാൻ പറയുന്നത് 80s കാര്യമാട്ടോ. ഇന്നത്തെ കാര്യം ചോദിച്ചാൽ സിനാരിയോ മാറി. ഇന്നിപ്പോൾ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും പേടിയാണ്, പെട്ടെന്ന് സെൽ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതിനും ഭേദം ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റും. വാട്ട് എവർ ദ എമൗണ്ട് ക്യാഷ് ആക്കാം. മറ്റത് അങ്ങനെ പറ്റില്ല. ഇന്നിപ്പോൾ കൂടുതൽ ആൾക്കാർ ലിക്വിഡിറ്റിയിലാണ്. ഇപ്പോൾ തന്നെ നോക്കിയ ഒരു ലാസ്റ്റ് ഒരു 10 years ട്രെൻഡ്സിൽ ലാൻഡ് റിയൽ എസ്റ്റേറ്റ് ഇസ് വെരി ഡൗൺ നമ്മുടെ നാട്ടിൽ. ഇല്ലയെന്നല്ല, ഡൗണാണ്. പണ്ടത്തെ ഒരു ഇതുപോലെ എന്താ പറയുക, 1000 രൂപ മേടിച്ചിട്ട് 50,000 രൂപ വിൽക്കണ ഒരു മെത്തേഡ് മാറി. അച്ഛൻ ചെയ്തിട്ടുള്ള അന്നൊക്കെ ചെയ്തിട്ടുള്ള അങ്ങനത്തെ നല്ല നല്ല പ്രൈം സ്പോട്ടുകളിൽ പുള്ളി അന്ന് സ്ഥലങ്ങൾ മേടിച്ചിട്ടു. അതേപോലെ ടാറ്റയുടെ A ക്ലാസ് ഷെയർസ് ഞാൻ കേട്ടിട്ടും കൂടി ഇല്ല. അതൊക്കെ ഞാൻ വിറ്റ് കളഞ്ഞു, അത് വേറെ കാര്യം. അതൊക്കെ അതായത് ഇറ്റ്സ് എ പ്രീമിയം കൈൻഡ് ഓഫ് ഷെയർ. അത് കോൾ ഫോർ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ആദ്യം നോക്കിയിട്ട് അത് 80s അങ്ങോട്ട് മേടിച്ചതാണ്. ഭയങ്കര വാല്യൂ വരുന്നു. അതിന് ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്, ആ വാല്യൂവിൻ്റെ താഴേക്ക് പോവില്ല. കൂടണത് എത്രയോ കിട്ടും, പക്ഷേ ഇതിൻ്റെ താഴേക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1000 രൂപയാണെങ്കിൽ 1000 രൂപയുടെ താഴേക്ക് പോവില്ല. മുകളിലേക്ക് എത്ര വേണമെങ്കിൽ അത് പോവും. അപ്പം അങ്ങനത്തെയൊക്കെ ഷെയർസ് അന്ന് കാലത്ത് അച്ഛൻ മേടിച്ചിട്ടുക എന്ന് പറയുന്നത് ബിക്കോസ് ഈ സ്മാർട്ട് ഇൻ മണി ഹാൻഡ്ലിങ്. ഇപ്പം ഇൻകം ഒക്കെ ഇപ്പം ഫാമിലിയുടെ അറിയുമായിരുന്നോ? അത് നിങ്ങളോട് പറഞ്ഞു തരുമായിരുന്നോ, ഡിസ്കസ് ചെയ്യുമായിരുന്നോ? വീട്ടിലെ എക്സ്പെൻസസും കാര്യങ്ങളും ഇൻകവും എല്ലാം കുട്ടികളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യായിരുന്നു? ഇല്ല, കുട്ടികളായിരുന്ന സമയത്തില്ല. അതൊരു സ്റ്റേജ് കഴിഞ്ഞ് വരുമ്പോൾ, ഞാൻ ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതുവരെ ഒന്നും
ഇപ്പോൾ നമ്മളോട് പറയും അതങ്ങനെ ചെയ്യല്ലേ, അതൊക്കെ കാശില്ല, ബുദ്ധിമുട്ടുള്ളതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരിക്കും. കാരണം എക്സ്പെൻസീവ് സാധനങ്ങൾ മേടിക്കണ സമയത്ത് അത് വില കൂടിയ സാധനമാണ്, അത് വേണ്ട, നമുക്കത് പറ്റില്ല, നമുക്കിത് മതി, അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ചെയ്തിരിക്കും. അല്ലാണ്ട് എന്താ പറയുക, നമുക്ക് അന്ന കാലത്ത് ആ ഒരു മൊത്തം ഇൻകം എത്രയാണെന്നൊന്നും അറിയില്ലായിരുന്നു. പോക്കറ്റ് മണിയൊക്കെ തരുമായിരുന്നോ? പോക്കറ്റ് മണിയൊക്കെ തരുമായിരുന്നു എനിക്ക്. എന്താണ് ചെയ്യുക നോർമലി പോക്കറ്റ് മണി? ഫ്രണ്ട്സായിട്ട് പോയി ഭക്ഷണം കഴിക്കുക, ട്രിപ്പ്. അന്നേ ഞങ്ങൾക്ക് ട്രാവൽ ഉണ്ട് എൻ്റെ കയ്യിൽ. അന്നേ ട്രിപ്സ് പോവായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ ചേച്ചി അന്ന് ബാംഗ്ലൂരാണ്, നേരത്തെ പറഞ്ഞ എൻ്റെ. ഇപ്പോൾ അവർ ഫിൻലൻഡിലാണ്, അന്ന് അവർ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഞാൻ വീക്ക്ലി ബാംഗ്ലൂർ, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ബാംഗ്ലൂർ പോവും, തിരിച്ചു വരുമായിരുന്നു. പിന്നെ അങ്ങനെ ഒരു സ്പെൻഡ് ത്രിഫ്റ്റ് അല്ല, ബേസിക്കലി ഇങ്ങനെ കള്ളുകൂടി ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ കാശ് സേവിങ്സ് ഒരുപാട് വരുമല്ലോ. അപ്പോൾ അങ്ങനൊരു എന്താ പറയുക, ഭയങ്കര അലക്ഷ്യമായി കാശ് ചിലവാക്കിയിരുന്ന ഒരാളല്ല ഞാൻ. അത് കാരണം കാശ് തരാനും അമ്മയ്ക്കായാലും അച്ഛനായാലും മടിയുണ്ടായിരുന്നില്ല. ശരത്തിന് എന്താ തോന്നുന്നത്, ഇപ്പം നോർമലി പാരൻസ് ഈ ഒരു കുട്ടികളുടെ അടുത്ത് ഒരു മണിയുടെ അല്ലെങ്കിൽ എക്സ്പെൻസസിൻ്റെ കാര്യത്തിൽ അവരെ ഒന്ന് ഷേപ്പ് അപ്പ് ചെയ്യാനായിട്ട് ശരത്തിന് ഇന്നത്തെ എന്താ കുട്ടികളെ തോന്നുന്നത്? മോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും ഒന്ന്, എനിക്കറിയില്ല അതിനെങ്ങനെ, അത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരമല്ല. കാരണം അതൊരു സ്പെസിഫൈഡ് ക്വാളിഫൈഡ് പേഴ്സൺ അതിനെ ആക്ച്വലി ട്രീറ്റ് ചെയ്യേണ്ടി തന്നെ വരും. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ഒരു സാധനത്തിൻ്റെ വാല്യൂ ഭയങ്കര കുറവറിയുന്നുള്ളൂ. നമ്മളുടെ ജനറേഷനിലും അങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല. പക്ഷെ നമുക്കിപ്പോൾ ഒരു വാല്യുബിൾ ഒരു സാധനം കിട്ടിയാൽ അത് നമ്മൾ ഭയങ്കരമായി സൂക്ഷിച്ച്. എൻ്റെ കയ്യിലൊക്കെ എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ ഫസ്റ്റ് ഫോൺ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആദ്യം മേടിച്ച ഫോൺ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഇന്നത്തെ ജനറേഷനിലെ കുട്ടികളുടെ കയ്യിൽ ഉണ്ടാവില്ല. അതേപോലെ അവർക്ക് പെട്ടെന്ന് എന്ത് ചോദിച്ചാലും ഇപ്പൊ പെട്ടെന്ന് കിട്ടൂലോ. തീരും ചെയ്യും. കയ്യിൽ കിട്ടിയ അതിൻ്റെ ക്രൈസ് ഇൻട്രസ്റ്റ് കഴിഞ്ഞു. തീർന്നു. അപ്പോൾ ആ ഒരു നേച്ചർ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് എനിക്കറിയില്ല. അത് നമ്മളിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി വരും അതിൻ്റെ ഒരു വാല്യുവേഷൻ. നേരെ മറിച്ച് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം, അത് ഇങ്ങനെ വില കൂടിയ സാധനമാണ്, കെയർഫുള്ളായി ഉപയോഗിക്കണം, അത് കേട് വരുത്തരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അത് ആ കുട്ടി ചെയ്യണം എന്നുള്ളത് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എക്സ്പെൻസസിന്റെ കാര്യത്തിൽ ഇപ്പൊ വീട്ടുകാര് ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ നോർമലി പറഞ്ഞു കൊടുക്കും, ഇതിപ്പോ ഇത്തിരി ഭയങ്കര കൂടുതൽ പൈസയുള്ള സാധനമാണ്, അപ്പൊ വാങ്ങിക്കരുത്, അങ്ങനത്തെ വാങ്ങിക്കരുത്. ഇപ്പൊ എൻ്റെ മോളൊക്കെ ആണെങ്കിൽ അച്ഛനും അമ്മയും എൻ്റെ കൂടെ വരുമ്പം ഡിമാൻഡ് ചെയ്യും, അത് വേണം ഇത് വേണം. പക്ഷെ അവള് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോകുമ്പോൾ, മുത്തശ്ശൻ്റെയും കൂടെ പോകുമ്പോൾ അവള് പറയും, ഇത് എത്ര വിലയാമ്മ, ഇത് വാങ്ങിക്കാൻ പറ്റും. അവർക്ക് ആ തോട്ട് ഉണ്ട്. അതുകൊണ്ടാണ് അപ്പൊ അവള് അവരുടെ അടുത്ത് ചോദിക്കില്ല, ഒന്നും ഡിമാൻഡ് ചെയ്യില്ല. പക്ഷെ ഞാനാണ് പോകുന്നെങ്കിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ ആക്ച്വലി അവർക്ക് ആ തോട്ടുണ്ട്, നമ്മളത് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചെറുപ്പത്തിൽ നമ്മളത് ഷേപ്പ് ചെയ്ത് എൻ്റെ കൊണ്ടുവരുന്നതാണ്. ചേട്ടൻ്റെ മോള്, എൻ്റെ നീസിൻ്റെ വീട്ടിൽ തന്നെയാണ്. അവളിങ്ങനെ ചെറിയ ചില്ലറകൾ, കോയിൻസ് കിട്ടുന്നതൊക്കെ അവളുടെ ഒരു പിങ്കി പോങ്കിലിട്ട് സേവ് ചെയ്ത് വെക്കും. എന്നാൽ അതിൽ നിന്ന് ഒരു രൂപ തരും ചോദിച്ചാൽ തരില്ല. അപ്പോൾ ദേ ഹാവ് ദാറ്റ്. നമ്മളത് ഡെവലപ്പ് ചെയ്ത് നമ്മളതിനെ ഷേപ്പ് ചെയ്ത് മോൾഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ കണ്ടു, 2007 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ. അപ്പം ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ഒരു എനിക്കൊരു ബിസിനസ് ചെയ്യാമെന്നുള്ളൊരു ഡിസിഷനിലേക്ക് എൻഡ് അപ്പ് ചെയ്തത് എങ്ങനെയാണ്? ഓക്കെ, നൈസ്. അതായത് 2007 ഞാൻ ഡിഗ്രി ഇങ്ങനെ 2008 ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ പുറത്തേക്ക് പോയി പഠിച്ചാലോ, അല്ലെങ്കിൽ NIFT NIDയുടെ ഒക്കെ എക്സാംസ് എഴുതിയിരുന്നു ഞാനന്ന്. പക്ഷെ അമ്മയ്ക്ക് എന്നെ പുറത്ത് വിടാൻ തീരെ ഇഷ്ടമല്ല. അത് കാരണം ആൾക്ക് ഇങ്ങനെ വലിയ താല്പര്യമില്ല ഞാൻ പുറത്ത് പോയി പഠിക്കുന്നതൊന്നും. സാധാരണ അമ്മമാർ പറഞ്ഞു വിടല്ലേ ചെയ്യാൻ, എൻ്റെ അമ്മ എന്നെ പറഞ്ഞു വിട്ടില്ല. നന്നായി അത്. അന്നിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് കിഷോർ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ഒരു ഫ്രണ്ട് കുട്ടൻ എന്ന് പറഞ്ഞാൽ, എൻ്റെ രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ ഫ്രണ്ടാണ് കിഷോർ. അപ്പോൾ ഞാൻ ഈ പുറത്തേക്ക് പോകാൻ നിൽക്കുന്നതിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞടാ, അങ്ങനെ ഒബ്രോൺ മോളിൽ റാംഗ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇറ്റ്സ് നൈസ്, നിനക്ക് വേണമെങ്കിൽ ആലോചിക്കാം, നല്ല സെയിലുണ്ട്, കേരളത്തിലെ ഫസ്റ്റ് സ്റ്റോറായിരിക്കും, വലിയ ബ്രാൻഡാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ ഒരു ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് നോക്കുമ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരില്ല. ആലോചിക്കാം, നോക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാനും കിഷോറും രഞ്ജിത്തും കൂടി വന്ന് ഈ സ്പേസ് കണ്ടു. അപ്പോൾ ബ്രൗൺ മോളിൽ നല്ല ഭംഗിയുള്ള, നല്ല വിസ്തീർണ്ണമുള്ള, നല്ല ഫ്രണ്ടേജ് ഉള്ളൊരു സ്റ്റോറ്, ഭയങ്കര ഫ്രണ്ടേജ് ആയിരുന്നു, ഭയങ്കര നല്ല മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട്. അപ്പോൾ കൊള്ളാം. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ റിട്ടേണും അതിൻ്റെ ROI ഒക്കെ തന്നു എനിക്ക്. സീംസ് നൈസ്, കൊള്ളാം, രസമുണ്ട്. ആ കോമ്പറ്റീറ്റർ ബ്രാൻഡ്സിന് ആ സെയിലുണ്ടോ എന്നുള്ളത് ഞാനൊരു ഗവേഷണം വെച്ച് നടത്തി. അവർക്കൊക്കെ ഇതിനേക്കാൾ കൂടുതൽ സെയിലുണ്ട്, ഇവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സെയിലുണ്ട്. അങ്ങനെ ഒരു 1 2 3 സ്റ്റെപ്പിൽ
ഒബ്രോണിൽ ആ സ്റ്റോർ ഞങ്ങൾ എടുക്കുന്നു. അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ച്വലി അന്ന് എനിക്ക് തോന്നുന്നൊരു ക്ലോസ് ടു 13-14 ലാക്സ് വന്നു. അതിലെൻ്റെ സിസ്റ്ററുടെ കുറേ സ്വർണം കൊണ്ടുവച്ചു ഞാൻ. അതൊക്കെ എൻ്റെ കയ്യിലാണ് സേഫിന് തരിക. അവളുടെ സ്വർണം മുഴുവൻ ഞാൻ കൊണ്ടുവച്ചു. പിന്നെ കുറച്ച് കാശ് അത് ഇതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവച്ചു. അവരന്ന് ഫ്രാഞ്ചൈസി ഫീ ഒക്കെ എനിക്ക് കട്ട് ചെയ്ത് തന്നു. ഇന്ന് ചില ബ്രാൻഡ്സ് വന്ന് ഫ്രാഞ്ചൈസി ഫീ വേണമെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൽ ഒരു ലാലിസം ഫീൽ ചെയ്യും. പിന്നെ എന്നോട് ഫ്രാഞ്ചൈസി ഫീ ചോദിക്കുന്നു. അങ്ങനെ ഞാൻ ആ സ്റ്റോർ തുറങ്ങുന്നു. ഞാനും ചേട്ടനും ഞങ്ങൾ ഫാമിലി SMS ഫാഷൻ പാർക്ക്, ശരത്ത്, മനോജ്, സനിത, എൻ്റെ ചേട്ടൻ, അങ്ങനെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പേരൊക്കെ വെച്ച് തുടങ്ങി. വളരെ ഭംഗിയായിട്ട് ഭയങ്കര സെയിൽ, ഒരു രക്ഷയില്ല. അന്യായ സെയിൽ. ഒരു 500 സ്ക്വയർ ഫീറ്റ് സ്റ്റോറിൻ്റെ ഉള്ളിൽ നടക്കുന്നതിനൊക്കെ കൂടുതൽ സെയിൽ. അതായത് ഞാനൊരു 500 1000 രൂപയൊക്കെ പോക്കറ്റ് മണി വെച്ച് നടന്നിരുന്ന ആളുടെ പോക്കറ്റിലേക്ക് ഒരു ഒറ്റയടിക്ക് 5 ലക്ഷം രൂപ വരുന്നു. എനിക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയായി. കാരണം ഞാൻ അങ്ങനെ മാസ് ഇൻകം കാണാത്ത ഒരാളല്ലേ, ചെറുപ്പമാണ്. ഞാൻ ഇവരുടെ മീറ്റിങ്ങിന് ബാംഗ്ലൂർ പോയിരുന്നു. ഇവരുടെ ഹെഡ് ഓഫീസ് ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഈ ഫ്രാഞ്ചൈസി എടുക്കുന്നതിന് മുമ്പ് അവിടുത്തെ കോർപ്പറേറ്റ്സൊക്കെ കൂടി നമ്മളെ കാണുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വലിയ റൂമിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവർ കയറി വരാൻ, ജനനി സംതിങ് ആയിരുന്നു അതിൻ്റെ ഹെഡിൻ്റെ, ഇന്ത്യ ഹെഡാണ്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ റൂമിലേക്ക് കയറി വന്നിട്ട്, കിഷോർ വെർ ഇസ് ദ ഫ്രാഞ്ചൈസിന്ന് ചോദിച്ചു. അപ്പോൾ ഞാനവിടെ പൊട്ടൻ്റെ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിഷോർ പറഞ്ഞു ഹീസ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ദിസ് ബോയ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനന്ന് വെച്ചു അത്ര ചെറുപ്പമാണ് ഞാൻ, അല്ലെങ്കിൽ ഐ വാസ് ടു യങ് ആക്ച്വലി. ഞാൻ ഭയങ്കര ഏർലി ബിസിനസ്സിലേക്ക് വന്ന ആളാണ്. അങ്ങനെ അവർ ഞങ്ങൾ സംസാരിക്കുന്നു, കൊച്ചിയിൽ എങ്ങനെ സ്പേസ് എന്ന് പറയുന്നു, അങ്ങനെ പറഞ്ഞ് തുടങ്ങി ഞങ്ങൾ. സ്റ്റോർ 2008 പറയുമ്പോൾ ഒരു 22-23 ഇയേഴ്സ് ഉണ്ടാവും ഇല്ലേ? 22. അപ്പോൾ ഇറ്റ് വാസ് ഡൂയിങ് നൈസ്. ഭയങ്കര സെയില്. എനിക്ക് കോഴിക്കോട് സ്റ്റോർ തരുന്നു, എനിക്ക് തിരുവനന്തപുരം സ്റ്റോറും തരുന്നു. ആൻഡ് ഐ എം ബിക്കിംഗ് ദ മാസ്റ്റർ ഫ്രാഞ്ചൈസി ആയി. 33% മാർജിനിൽ തുടങ്ങിയത് എനിക്ക് 49% ആക്കി തന്നു. ബിക്കോസ് ഓഫ് ദ സെയിൽ. അവർക്ക് സൗത്ത് കേരളയിലുള്ള ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന സ്റ്റോർ കൊച്ചിൻ ഒബ്രോൺ മോളായിരുന്നു. വി വാസ് ദ ബെസ്റ്റ് സെല്ലേഴ്സ്. ഞങ്ങൾക്ക് ബൾക്ക് സ്റ്റോക്ക് തരുന്നു. ഞങ്ങൾക്ക് ഇൻ റിട്ടേൺ 30 ഡേയ്സിലാണ് ക്രെഡിറ്റ്. ഞങ്ങൾക്ക് 60 ഡേയ്സ് 70 ഡേയ്സ് വാട്ട് എവർ ഡേയ്സ് നമ്മൾ പറയുന്നതായി. നമുക്ക് ഈ പൈസ ആക്ച്വലി കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പം അതെന്തായിരുന്നു ചെയ്തിരുന്നത് ഇനീഷ്യലി? ഐ കീപ് ഓൺ ഇൻവെസ്റ്റിംഗ് ഇൻ അതർ സ്റ്റോഴ്സ്. ഞാൻ കോഴിക്കോട് തുടങ്ങി, RP മോള് അവിടെ തുടങ്ങി. അഗെയിൻ തിരുവനന്തപുരത്ത് പട്ടത്ത് വലിയ സ്റ്റോർ തുടങ്ങി. ആൻഡ് ദാറ്റ് വാസ് ഓൾമോസ്റ്റ് 3000 സ്ക്വയർ ഫീറ്റ്. 500 സ്ക്വയർ ഫീറ്റ് തുടങ്ങിയതാ. 1 ടൺ സ്റ്റോർ ചെയ്തു. എങ്ങനെയാ പിന്നെ അതൊരു ആ ബിസിനസ്സിൽ നിന്ന് മാറിയ കംപ്ലീറ്റ്ലി? മണ്ടത്തരം ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചെയ്യല്ലോ. എന്നും നമ്മൾ ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യില്ലല്ലോ. ചില നേരത്ത് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് തോന്നിപ്പോവും. ചില നേരത്ത് നമ്മൾ മേ ബി ഞാൻ അന്ന് ഭയങ്കര ഗ്രീഡി ആയിരുന്നു. ഞാൻ കാശിന് എനിക്ക് ഭയങ്കര നമ്മൾ പറയില്ലേ, ഭയങ്കര ആക്രാന്താന്ന് പറയില്ലേ. എനിക്കിങ്ങനെ ഞാൻ ചിലവാക്കില്ല, അക്കൗണ്ടിൽ വെക്കും. ഞാൻ സെയിൽ കുറഞ്ഞ എൻ്റെ പിള്ളേരെ പിടിച്ച് ഞാൻ കുരിശുമ്പോൾ നിർത്തും. എന്ന് വെച്ചാൽ തെറി പറയാൻ മോശം എന്നല്ല, പക്ഷേ എനിക്ക് സെയിൽ വേണം, എനിക്ക് ഇത്ര രൂപ കൊണ്ടുവന്നേ പറ്റൂ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്തല്ലാത്ത. എൻ്റെ ഫസ്റ്റ് സ്റ്റാഫ് ശ്യാം എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണ്, കിണ്ണം പയ്യനായിരുന്നു. അവനൊരാൾ സ്റ്റോറിൽ കയറി, എൻ്റെ കയ്യിൽ ഇതിനൊരു കോഡ് വരെയുണ്ട്. അതായത് ഒരാൾ സ്റ്റോറിൽ കയറി ഒരു ഷർട്ട് എടുക്കാൻ വന്ന ആളെ കൊണ്ട് നമ്മൾ 2 ഷർട്ട് എടുപ്പിക്കണം, അല്ലെങ്കിൽ 2 ജീൻസ് എടുപ്പിക്കണം. എടുക്കണില്ലെങ്കിൽ ഞാൻ സിസർ എടുത്ത് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അവന് ടെൻഷനാവും അവിടെ നിൽക്കുമ്പോൾ. സാറേ ഇത് കൂടി എടുക്കും സാറേ പ്ലീസ്. ഭയങ്കര ഫണ്ണിയായിരുന്നു പുള്ളി. അങ്ങനെ എനിക്ക് കുറേ സെയിൽ ഉണ്ടാക്കി തന്നിട്ടുള്ള പയ്യനാണ് ശ്യാം കേട്ടാ. ഇപ്പം എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ സ്ട്രീമിൽ നിന്നൊന്ന് മാറി വേറൊരു സ്ട്രീമിലേക്ക് മാറിയപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഫോൾ ഡൗൺ വന്നത്. ഞാൻ ആ സ്ട്രീം മാറ്റരുതായിരുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിന് ഞാൻ മാസ്റ്റർ ചെയ്തു എന്ന് പറയില്ല, പക്ഷേ ഐ വാസ് നൈസ് ഇൻ ദാറ്റ്. അതിൽ നന്നായി പോയിരുന്നതാണ്. പിന്നെ ആ കാറ്റഗറിയിൽ നിന്ന് മാറി വേറെ കാറ്റഗറി ഓഫ് ബിസിനസ് ലൈനിലേക്ക് മാറി, അവിടെ നിന്ന് പെട്ടു. ഇപ്പോൾ യെസ് അബ്രോഡ് എന്ന് പറഞ്ഞൊരു ഇത് ചെയ്യണ്ടല്ലേ, അതെന്തായിരുന്നു? പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു അപ്പാരൽ ഒരു ഇതിന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരു എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രി, അപ്പോൾ അതിലേക്കും എങ്ങനെ എത്തിയെന്നുള്ളത്. ഒബ്രോണിൽ ഈ ബിസിനസ് ഇങ്ങനെ പോയിരുന്ന സമയത്ത് ഒരു 2010 തൊട്ട് ലുലുവിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടു. ഈ ചോദിച്ചതിനുള്ള ഉത്തരമല്ല, ഐ കം ടു ദാറ്റ്. അപ്പോൾ ലുല്ലു ഇങ്ങനെ പണിത് ഇങ്ങനെ വലുതായി വരുന്നു. അപ്പോൾ അന്ന് കമ്പനി അരവിന്ദ് മിൽസിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഒബ്രോണിൽ 60 റുപ്പീസാണ് സ്ക്വയർ ഫീറ്റിന്.
ലുലു വാസ് ചാർജിങ് 250 റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ്. അപ്പോൾ നമ്മൾ ആലോചിച്ചു 250 രൂപയ്ക്ക് കച്ചവടം ചെയ്ത് എങ്ങനെ മുതലാവും, റെൻറ്റ് കൊടുക്കാൻ പറ്റുമോ, ഇനി കൊടുത്താൽ തന്നെ അവന് കൊടുക്കാനുള്ള റെൻ്റ് ഉണ്ടാവുള്ളൂ, വേറെ കയ്യിലേക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഫീലിൽ ഞാനതങ്ങോട്ട് വിട്ടു. അതായിരുന്നു ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ആദ്യത്തെ മണ്ടത്തരം. എൻ്റെ ആ ബ്രാൻഡ് ലുലുവിലേക്ക്, അതായത് കാലാനുസൃതമായ മാറ്റത്തിൽ നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ പിന്നാക്കം പോകുമല്ലോ. അപ്പോൾ ആ മാറ്റം അതിൽ ലുലുവിലൊരു സ്റ്റോർ എടുക്കണം നമുക്ക്, ഇല്ലെങ്കിൽ നമ്മൾ വീണു പോകുന്നുള്ളൊരു തോട്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞതിന് ശേഷം വന്നത്. ഞാൻ ആദ്യം അരവിന്ദ് മിൽസിൻ്റെ അടുത്ത് വേണ്ട, ഞാൻ ലുലുവിൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. എടുക്കുന്നില്ല എന്ന് പറഞ്ഞ പക്ഷേ അവർ വേറെ ഫ്രാഞ്ചൈസി കണ്ട് വേറെ ആൾക്ക് കൊടുത്തു. പിന്നെ ഡെയിലി ക്രോസ് ചെയ്യുന്ന തോറും ലുലു ഇസ് ബിക്കമിങ് ഹ്യൂജ്. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ ജൈൻ്റ് ആവുക. ഒബ്രോണൊക്കെ അടിച്ചു പോയിരുന്നു. അപ്പോൾ ഞാൻ ലുലുവിലൊരു സ്റ്റോർ എടുക്കണം എന്ന് വിചാരിച്ച് ലുലുവിലൊരു ബിസിനസ്സിന് വേണ്ടി അപ്രോച്ച് ചെയ്തു. അവിടുത്തെ അന്ന് ഒബ്രോണിലെ മാനേജറായിരുന്നു ലുലുവിലെ GM. അപ്പോൾ എനിക്ക് ആ പരിചയം ഉണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചുവിടാം, വേറെ ഏതെങ്കിലും ബ്രാൻഡ്സ് ഉണ്ടെങ്കിൽ നല്ലതുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയും, ഇതിൽ കയറിയില്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ഔട്ടാവും, മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും. കാരണം പിന്നെ ഒബ്രോണിന് അവിടെ സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ഒബ്രോൺ വിൽ ബി ടു സ്മോൾ ഇൻ ഫ്രണ്ട് ഓഫ് ലുലു. അങ്ങനെ അന്ന് അവിടുത്തെ നിഷാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്താണ്, പുള്ളി ഇങ്ങനെ ഒരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്തു. ആ ബ്രാൻഡ് എടുത്ത് അന്ന് തൊട്ട് ഞാൻ പെട്ടു. ദാറ്റ് വാസ് എ നൈസ് ബ്രാൻഡ് അന്ന്. പക്ഷേ ഞാനതിലെ അവരെ എന്താ പറയുക, ഒരു സിങ്കിങ് ഷിപ്പിലാണ് ഞാൻ ചെന്ന് കയറിയത്. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞില്ല, പഠിച്ചില്ല എന്ന് പറയുന്നത് മൈ മിസ്റ്റേക്ക്. അതല്ല, നമ്മൾ നോക്കുമ്പോൾ അവർ വലിയൊരു ഹ്യൂജ് ബ്രാൻഡാണ്, അവർ തന്നിട്ടുള്ള പ്രപ്പോസൽസും ROIs ഒക്കെ നൈസ്. അപ്പം ഞാൻ ലൈക്ക് റാംഗ്ലർ ഒരു ടെക്സ്റ്റൈൽ ഒരു ബിസിനസ്സിൽ നിന്നിരുന്ന ആൾക്ക് ഒരു സ്വിച്ച് ചെയ്ത് ഒരു മോർ ക്രോർ ടേൺ ഓവേഴ്സിലേക്ക് മാറാൻ പറ്റിയൊരു അവസരമാണ്. എല്ലാവരും ആലോചിക്കുന്ന പോലെ ഇത്ര കാലം ഒരു 5 കോടിയിൽ നടന്നു, ഇനി നമുക്കൊരു 10 കോടിയിലേക്ക് മാറണ്ടേ എന്നുള്ള ഒരു ജമ്പ് എടുത്തതാ. ആ ജമ്പ് മിസ്റ്റേക്കായി. ആ ബ്രാൻഡ് വാസ് എന്താ പറയുക, അത് അങ്ങനെ പെർഫോം ചെയ്തില്ല. അതിൽ സെറ്റ് ഡൗൺസ് വന്നു, ഫോൾ ബാക്സ് വന്നു, ഇഷ്യൂസ് ഉണ്ടായി. അവിടുന്ന് അങ്ങനെ ലയബിലിറ്റീസ്, ലോൺ ഇഷ്യൂ, ജപ്തി, അങ്ങനെ കുറേ ഇഷ്യൂസിലേക്ക് മാറുന്നു. പിന്നെ അവിടുന്ന് എന്താ പറയുക, നമ്മളിങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ പണത്തോടുള്ള ആക്രാന്തവും ഗ്രീഡും അതിൻ്റെ പിന്നാലെ എത്ര നമ്മൾ പോകുന്നോ അത് നമ്മുടെ ദൂരെ പോവുള്ളൂ എന്ന് മനസ്സിലായി. ആളെ മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ, നമ്മൾ ചില പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ, എന്നെ മൈൻഡ് ചെയ്തില്ല എന്നാൽ ഞാൻ കുറച്ച് നേരം അവൻ്റെ പിന്നാലെ പോട്ടെ എന്ന് വിചാരിക്കില്ലേ, കുറച്ച് പെൺകുട്ടികളുണ്ട് അങ്ങനെ. അതുപോലെയാണ് ഈ കറൻസി, ചക്രം, മണി എന്ന് പറയുന്നത്. നമ്മളവരെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചാൽ അവർ നമ്മുടെ ദൂരത്ത് പോവും. നമ്മളവരെ വലിയ മൈൻഡ് കൊടുക്കാണ്ട് സെറ്റിലാക്കി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുമെന്നാണ് ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 10-12 ഇയേഴ്സിൽ എൻ്റെ ഒരു ഫൈൻഡിങ്സ്. മറ്റേത് ഞാൻ അതിൻ്റെ പിന്നാലെയായിരുന്നു. എനിക്കത് ബാക്കി ആ നേരത്ത് ഞാൻ എൻ്റെ എല്ലാത്തിനെയും മറക്കും. എനിക്ക് ആ നേരത്ത് പണി, വർക്ക്, അക്കൗണ്ട്സ്, എങ്ങനെ സെയിൽ കൂട്ടാം, എങ്ങനെ അടുത്ത സ്റ്റോർ തുടങ്ങാം, എങ്ങനെ കൂടുതലുണ്ടാക്കാം. ഇപ്പോൾ ഇതൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഭയങ്കര ഫ്രീയാണ്, കാരണം കയ്യിൽ കാശില്ലല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കര സട്ടിലാണ്. നിങ്ങളിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്നതും എൻ്റെ കയ്യിലുള്ളതൊക്കെ അന്ന് എനിക്ക് ബിസിനസ് നല്ല കാലത്തുണ്ടായി. ഇപ്പോൾ മേടിച്ചിട്ട വസ്തുക്കളാണ്. ഇപ്പം ഞാനൊരു വണ്ടി എടുക്കാൻ പറഞ്ഞാൽ എടുക്കില്ല, കാരണം EMI വരും. ഐ ഡോണ്ട് വോണ്ട് ദാറ്റ്. പഴയതുണ്ട്, അത് മതി, കുഴപ്പമില്ല. ചുമയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, സാരില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്, അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ഡൗൺ വന്ന് ഫോൾ ഡൗൺ വന്ന് ഈ ജപ്തി വരെ എത്തി നിന്നൊരു സ്റ്റേജിൽ നിന്ന് പലരും വന്ന് ഒരു ജോലിക്ക് പോകാൻ എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്താൽ ഞാൻ എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഒന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല, നമുക്കൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. വി ഹാവ് ടു മൂവ് ഫോർവേഡ്. ഇപ്പോഴും വീട്ടിൽ നിന്ന് മേടിക്കാതെ ജീവിച്ചത് എങ്ങനെ പോകാമെന്നുള്ള ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അങ്ങനെയാണ് ഈ യെസ്സിനേക്കാൾ മുമ്പ് എനിക്ക് മാഡം ക്യൂറി എന്ന് പറഞ്ഞിട്ടൊരു എൻട്രൻസ് അക്കാഡമി ഉണ്ട്. എന്നെ പലയിടത്തും ഈ എൻ്റർപ്രണർ എന്നുള്ള പരിപാടിക്ക് വിളിക്കുമ്പോൾ ഞാൻ പോവില്ല. ബിക്കോസ് ഐ എം നോട്ട് എ ഗുഡ് എൻ്റർപ്രണർ. ഞാൻ എങ്ങനെ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് ഞാൻ സക്സസ്ഫുൾ ആവണം, ഞാനത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ. എന്നെ അങ്ങനത്തെ ഒരു എൻ്റർപ്രണർ പരിപാടിക്ക് വിളിക്കുമ്പോൾ ഞാൻ പറയും ഞാനില്ല, ഞാൻ ഫ്രീ അല്ല. അത് കാരണം നേരെ മറിച്ച് ട്രാവലിനെ കുറിച്ചോ അല്ലെങ്കിൽ അമ്മയും കൂട്ടി പോയ യാത്രാ വിവരണം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പറയാൻ വിളിച്ചാൽ ഞാൻ റെഡി. കാരണം അതിൽ ഞാൻ സക്സസ്സാണ്. എനിക്ക് ഐ ഹാവ് ദ റൈറ്റ് ടു സേ ദാറ്റ്, ഐ ഹാവ് ഡൺ ദാറ്റ്. മേ ബി ഞാൻ അടുത്തൊരു ബുക്ക് ഞാൻ എഴുതുകയാണെങ്കിൽ, സെക്കൻഡ് വൺ ഞാൻ ഓൾറെഡി പ്ലാൻഡ് ആണ്. തേർഡ് വൺ ഞാൻ എഴുതുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള ഫെയിലേഴ്സിനെല്ലാം ഞാൻ പിച്ച് ഔട്ട് ചെയ്യും.
കാരണം നമ്മൾ കേൾക്കുന്നതൊക്കെ സക്സസ് സ്റ്റോറീസാണ്. സക്സസ്. നമ്മളെല്ലായിടത്തും എല്ലാവരും ഷൗട്ട് ഔട്ട് ചെയ്യുന്നത് എന്താ, അവരുണ്ടാക്കിയത്, അവർ ബിൽഡ് ചെയ്ത എംപയർ, അവർ വന്ന ഇതുകൾ. അതിൻ്റെ അടിയിൽ ഫോൾ ഡൗൺസ് പറ്റിയിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ അല്ലേ. പക്ഷെ അവരാരും അത് പറയില്ല. ഇവരിത് പറഞ്ഞാലല്ലേ നെക്സ്റ്റ് ജനറേഷൻ അങ്ങനെ ഒരു ഫോൾ ഡൗൺ പറ്റാതെ നോക്കാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് മുമ്പിലൊരു കുഴി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതില്ലാതെ ചാടിപ്പോകാൻ പറ്റും. നേരെ മറിച്ച് ബ്ലൈൻഡായിട്ട് ആ കുഴിയുടെ മുകളിൽ കൂടെ പോയാൽ എന്ത് പറ്റും, അതിൽ വീഴും. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ എന്നെ പോലെയുള്ള ഫെയിലിയേഴ്സ് ആൾക്കാരെ വിളിച്ച് നിങ്ങൾ ഫെയിലിയർ സ്റ്റോറീസ് കേൾക്കണം. നിങ്ങൾ ഈ സക്സസ്ഫുൾ ആൾക്കാരായ ആൾക്കാരെ മാത്രം ഇരുത്തി ഇൻ്റർവ്യൂസോ ബ്രാൻഡ് ബിൽഡിങ്ങോ ബ്രാൻഡ് ഹൗ ടു ബിൽഡ് എ ബ്രാൻഡ് എന്ന് ചോദിക്കുന്നത് ആക്ച്വലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് നൈസായി പറഞ്ഞുതരാൻ പറ്റും ഫോർ എന്താ. പക്ഷേ ഒരു ഫോൾ ഡൗൺ ഉണ്ടാവാതെ നോക്കണമെങ്കിൽ നമ്മളെപ്പോലെയുള്ളവർ വേണം. ഈ എഡ്യൂക്കേഷനിലേക്ക് അങ്ങനെ എന്താ പറയുക, ഈ മേഡം ക്യൂറി എന്ന് പറയുന്ന ഈ സ്ഥാപനം ഞങ്ങൾ തുടങ്ങിയപ്പോഴും 40 കുട്ടികളെ വെച്ച് തുടങ്ങിയതാണ്. അങ്ങനെ നമ്മളത് കണ്ടിന്യൂ ചെയ്തൊരു 120 കുട്ടികളുടെ ഒരു സ്ട്രെങ്ത്തിലേക്ക് എത്തി. അപ്പം നമ്മൾ എന്തെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പം ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ഒരു 1500 സ്ക്വയർ ഫീറ്റിനെ നമ്മൾ ബിൽഡ് ചെയ്ത് മുകളിലൊരു 2000 സ്ക്വയർ ഫീറ്റ് എടുത്തു, താഴെയും ഒരു 2000 സ്ക്വയർ ഫീറ്റ് നമ്മൾ റെഡി ആയിട്ട് ഒരു 300 ഒക്യുപ്പൻസിയിലേക്ക് റെഡി ആയിരിക്കുക. ആ നേരത്താണ് കേരളത്തിലുള്ള വലിയൊരു ബ്രാൻഡ്, ഐ ഡോണ്ട് വോണ്ട് ടു സേ ദാറ്റ് നെയിം, വലിയൊരു ബ്രാൻഡ് വന്നിട്ട് ഞങ്ങൾ കൊടുക്കുന്ന കോഴ്സ് ഫ്രീ കൊടുക്കണം. ദൈവമേ, വീണ്ടും കിട്ടി. അപ്പം ഞാൻ ആലോചിച്ച്, ഈശ്വരാ, പണി തീരണില്ലല്ലോ ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ എവറി ഡേ സ്ട്രഗിൾസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക, എവറി സിംഗിൾ ഡേ. അങ്ങനെ ആ ബ്രാൻഡ് വന്ന് നമ്മൾ ഒരൊറ്റയടിക്ക് വീണ്ടും ഒരു ഫോൾ ഡൗൺ വന്നു. അങ്ങനെ ഞങ്ങൾ അഗെയിൻ വി സ്വിച്ച് ടു അനദർ കോഴ്സ് ആക്ച്വലി. IMECTU എന്ന് പറയുന്ന ഒരു മറൈൻ എഞ്ചിനീയറിംഗ് മർച്ചൻ്റ് നേവിയുടെ ഒരു കോഴ്സ്. എൻ്റെ ഇതിലെ പാർട്ട്ണറാണെങ്കിൽ ഒരു മർച്ചൻ്റ് നേവി ഓഫീസറായിരുന്നു. ആൻഡ് ഹീസ് വെൽ ഇൻ അഡ്മിനിസ്ട്രേഷൻ. ടോണി എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി എന്തുകൊണ്ട് നമുക്ക് ഇത് ചെയ്തുകൂടാന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഈ മർച്ചൻ്റ് നേവിയിലേക്ക് സ്വിച്ച് ചെയ്തു. റൈറ്റ് നൗ ടുഡേ വി ആർ ദ ബെസ്റ്റ് മർച്ചൻ്റ് നേവി അക്കാഡമി ഇൻ കേരള. ഞങ്ങൾക്ക് ജിയോ മറൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കോളേജ് അവരുടെ 40 സീറ്റ്സ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പം ഞാൻ എഗെയിൻ ഐ എം നോട്ട് സെയിങ് ദാറ്റ് വി ആർ വാവ്, പക്ഷേ പൊത്തിപ്പിടിച്ച് കയറി വരുന്നുണ്ട് ഞാൻ. അപ്പോൾ ഒരു ബിസിനസ് പറയുമ്പോൾ ഒരു 2000 മുതൽ തുടങ്ങി ഇപ്പോൾ വരെ 2007 മുതൽ തുടങ്ങി ഇപ്പോൾ വരെ ചെയ്യുന്നുണ്ട്. ശരത്തിനെ ആളുകൾ അറിയണത് അമ്മയോടൊപ്പം ട്രാവൽ ചെയ്ത വ്യക്തി, അതാണ് യുണീക്കാക്കിയത്. അപ്പോൾ ഈ ട്രാവലിങ് എപ്പോഴും ആൾക്കാർ ചിന്തിക്കും പൈസ ഉള്ളവരാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ശരത്തിന് എന്താ തോന്നിയിട്ടുള്ളത്, ട്രാവൽ ചെയ്യാൻ ഒത്തിരി പൈസ വേണോ? ഇപ്പം അമ്മയെ കൊണ്ടുപോയ ട്രിപ്പായിരിക്കും ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ട്രിപ്പ്. അപ്പോൾ അങ്ങനെ ഒരു മെമ്മറബിൾ ട്രിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പൈസയുടെ ആവശ്യമുണ്ടോ? ഡെഫിനറ്റ്ലി വേണം. പൈസ ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അത് പറ്റണമെങ്കിൽ പിന്നെ അമ്മ ഉണ്ടാവരുത് കൂടെ. അല്ലെങ്കിൽ അങ്ങനെ ഈ ഹിച്ച് ഹൈക്കിംഗ് മെത്തേഡിലൊക്കെ ട്രെയിനിലും ബസ്സിലും അല്ലെങ്കിൽ വല്ലവരുടെ ബാക്കിലും ട്രിപ്പ് അടിച്ച് പോകാനുള്ളൊരു എൻ്റെ ഒരു പ്രായം കഴിഞ്ഞു പോയി. ഞാനങ്ങനെ ചെയ്യലില്ല. പക്ഷേ ഐ ഹാവ് ഡൺ 10 രൂപയുടെ ആശ്രമത്തിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് ഞാൻ. എനിക്കതൊക്കെ പറ്റും. ബസ്സിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ലോറിയുടെ മുകളിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ പോകുന്ന ലോറിയുടെ മുകളിൽ കിടന്ന്, അത് സിനിമയിൽ കാണാനേ ഭംഗിയുള്ളൂ കേട്ടോ. കുറച്ച് ദൂരം കഴിഞ്ഞാൽ പുറം കിടന്ന് കുലുങ്ങി ഉള്ളിൽ കയറിയിരുന്നു ഞാൻ. രാജസ്ഥാനിൽ ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ അമ്മയെ കൊണ്ടുപോകുന്ന യാത്രകളെല്ലാം ഞാൻ അധികം ബഡ്ജറ്റ് ചെയ്യില്ല. കാരണം അത് ആ ബഡ്ജറ്റ് ചെയ്താൽ നമ്മളത് നാട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. അതിനും ഭേദം കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല മെത്തേഡ്, ഇപ്പോൾ വണ്ടിയാണെങ്കിൽ ടാക്സി ആണെങ്കിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആണെങ്കിലോ, ഇനി അതല്ല നല്ല റൂംസ് നല്ല ബെഡ് ഉള്ള സ്ഥലങ്ങളാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ. നല്ല ഫുഡ് ഒബ്വിയസ്ലി. അപ്പം അമ്മയെ കൊണ്ടുപോകുന്ന യാത്രകൾ എനിക്ക് ബഡ്ജറ്റഡ് അല്ല. അതിലെനിക്ക് എക്സ്പെൻസീവ് തന്നെയാണ്. ഞാൻ സ്പെൻഡ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അത് ആദ്യമൊക്കെ പോകുമ്പോൾ എനിക്കത് ഭയങ്കര എക്സ്പെൻസീവായിരുന്നു. ഇന്നിപ്പോൾ എങ്ങടെങ്കിലും പോവാന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പനികളുണ്ട്. എങ്ങടെ പോണ്ടേ ചേട്ടാ, ഞാൻ റെഡി, ഞങ്ങളുടെ എവിടെയെങ്കിലും ഒന്ന് ടാഗ് വെച്ചാൽ മതി എന്ന് പറയാൻ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടെന്ന് എനിക്ക്. ഇവർ തന്നെ നമ്മളെ നശിപ്പിക്കുക, നമ്മളല്ല, അവർ തന്നെ പറയാണ് സാർ എങ്ങടെ അഞ്ച പൊക്കോളൂ, അതിന് ഇത്ര ഇത് ബഡ്ജറ്റ്, അത് ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റ്, ഏത് വേണമെങ്കിൽ എടുക്കാം. ഇപ്പം ഈ ബാങ്കോക്ക് പട്ടായൊക്കെ പോയത് ഈ ഗോൾഡൻ പാലസുകാർ കൊണ്ടുപോയതാ. ഇതൊരു സസ്റ്റൈനബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇറ്റ്സ് എ ടൈം. അതൊരു ടൈം ഡെഫിനറ്റ്ലി. അതൊരു ഇപ്പം അതിൻ്റെ ഒരു ട്രെൻഡാ. അതിങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുക. കുറച്ചുകൂടി കാലം അങ്ങനെ പോകും. എല്ലാവരും ഇപ്പം ഇൻഫ്ലുവൻസേഴ്സാണ്. അത് ഞാൻ തന്നെ ആക്ച്വലി എസ് എൽ ഞാൻ ചെയ്ത് എനിക്ക് തന്നെ മടിയായി.
അപ്പം ഞാൻ തന്നെ ഇപ്പോൾ വേറെ ഈ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് ചെയ്യുക, അതിനും കൺവേർഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ഫോർസേ ഒരു 1000 2000 3000 ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാമിലൊരു പയ്യൻ, അവനോ പെൺകുട്ടിയോ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ നിന്ന് 2 പേര് വരും. ദാറ്റ് ഈസ് എ ഡെഫിനിറ്റ് കൺവേർഷൻ. പിന്നെ കുറേ കൂടെ ആൾക്കാർക്ക് ജെനുവിൻ ആണെന്ന് തോന്നണം. ഇപ്പം നമ്മൾ നന്നായിട്ടൊക്കെ ഇപ്പം ഞാൻ നോർമലി എൻ്റെ ഒരു ഓഫീസിന് വേണ്ടി ഞാൻ പോയി എടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും കൺവേർഷൻ വരാറുണ്ട് ചിലപ്പോൾ ഒരു നോർമലായിട്ടൊരു കുട്ടി എടുത്ത് ചെയ്താൽ. നമ്മൾ നന്നായി കുറച്ച് ഭംഗിയായിട്ടൊക്കെ നിങ്ങൾ ഒരുങ്ങി അങ്ങനെ പെൺകുട്ടികളുടെ പോലെയല്ല ആ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് കയറില്ല. നിങ്ങൾക്ക് വെറുതെ ചിരിച്ചിരുന്നാലും കയറില്ല, ഞങ്ങൾക്ക് അങ്ങനെ കയറില്ല. അപ്പം അത് ഒരു തോന്നിയിട്ടുണ്ട്. കുറേ കൂടെ ആൾക്കാർ ഒരു ജെനുവിനിറ്റിയുടെ പുറകെ ജെനുവിനിറ്റി ഒക്കെ പോയി പോയി. ഇന്ന് ജെനുവിനിറ്റി ഒന്നുമില്ല. കാശ് ആര് കൊടുക്കണോ അത് നന്നായി പറയുക, ആ സാധനം ജെനുവിനാണോ അല്ലേ എന്ന് പോലും നോക്കുന്നില്ല. നോക്കണമെന്നില്ല. ഞാൻ അത് കാരണം എന്ത് ചെയ്യുന്നു പറയാം, എൻ്റെ പ്രൈസ് അങ്ങോട്ട് ഭയങ്കര അപ്പ് ചെയ്ത് വെച്ചു. ഒറിജിനലാണെങ്കിൽ വന്നാൽ മതി, അവർക്ക് ആ പ്രൈസ് എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് മാസം 2-3 നല്ല വലിയ ബിഗ് ബ്രാൻഡ്സ് ചെയ്താൽ മതി. ഐ എം ഹാപ്പി, ഐ എം ഡൺ. ഇപ്പോൾ പുതിയൊരു ടൈറ്റിൽ കൂടിയുണ്ട്, ഒരു ഓതർ എന്നുള്ളൊരു ടൈറ്റിൽ. അപ്പോൾ ഈ ഒരു ഇപ്പം ഇതാണെങ്കിലും അപ്പോൾ ശരത്ത് ഒരു ഇൻഫ്ലുവൻസർ ആയതിന് ശേഷമാണല്ലോ ഇത് ഇപ്പം ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ നേരത്തെ തന്നെ ഇത് ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നോ? പിന്നെ ഇതും കംസ് വിത്ത് കോസ്റ്റ് അല്ലേ? അപ്പോൾ സ്വന്തമായിട്ടാണോ ഫണ്ട് ചെയ്തത്, അതോ ഏതെങ്കിലും പബ്ലിഷർ ഉണ്ടായിരുന്നോ? അങ്ങനെ ബുക്കിൻ്റെ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഓക്കെ, കുറേ ചോദ്യങ്ങളുണ്ട്, വൺ ബൈ വൺ പറയാം. ഫസ്റ്റ് വൺ, പബ്ലിഷർ കറൻ ബുക്സാ. സെക്കൻഡ് വൺ, ഇൻഫ്ലുവൻസർ ഞാനൊരു ശിക്കാരി ശമ്പൂലായതാ. ഞാൻ ആക്ച്വലി ഒരു ഇൻഫ്ലുവൻസർ അല്ല. എഗെയിൻ മോഡസ്റ്റി അല്ല. കാരണം ഒരുപാട് പേര് അമ്മയും കൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പും ഇതിന് ശേഷവും. ഞാൻ മാത്രമല്ല ആദ്യമായിട്ട് പോണ ആൾ. പക്ഷെ ഞാനതെന്തോ അന്നത്തെ ആ ഒരു പിക്ചറിൽ, ഈ ഒരു പിക്ചറും ബൈക്കിൽ പോയ ഒരു പിക്ചറിൽ, ഒരു സഞ്ചാരി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ ഒരു രാത്രി ഒരു പോസ്റ്റ് എഴുതിയിട്ട് ആ യാത്രയെക്കുറിച്ചൊരു വിവരണം എഴുതി കുറച്ച് പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്തിട്ടു. നെക്സ്റ്റ് ഡേ രാവിലെ എണീക്കുമ്പോൾ ഞാൻ സ്റ്റാറാ. അത് ആക്ച്വലി ഇൻഫ്ലുവൻസർ അല്ല, അത് ഒരു ടൈമിൽ വന്നൊരു മൊമെൻറ്റ്. ആ മൊമെൻറ്റിനെ കുറേ നല്ല മനസ്സുള്ള പയ്യന്മാരും സ്ത്രീകളും മക്കളും അംഗീകരിച്ചു. ദാറ്റ് ഡസൻ മീൻ എന്നെ വേറൊരു തരത്തിലും ഇൻഫ്ലുവൻസറായി കൂട്ടാൻ പറ്റില്ല. ഈ ഒരു കാര്യത്തിൽ ഒഴിച്ച് ഇതിൽ വെക്കാം. കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഇൻസ്പയർഡ് ബൈ ശരത് കൃഷ്ണൻ ട്രാവലിംഗ് വിത്ത് മോം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടും. ഐ എം ഡൺ, എനിക്ക് ഹാപ്പിയാണ്. ഈ ബുക്ക് വായിച്ചൊരു പയ്യൻ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെയിൽ അയച്ചു. ഈ ബുക്ക് വായിച്ച് അവസാനിക്കുന്നിടത്തുനിന്ന് ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് യാത്ര പോകാമെന്ന്. എനിക്കിനി ഇത് വിറ്റുപോയില്ലെങ്കിലും കുഴപ്പമില്ല. ഒരാൾ ആ ഒരു തോട്ട് വന്നല്ലോ, ഐ കുഡ് ഗീവ് എ ക്ലിക്ക് അല്ലേ. അവൻ്റെ മനസ്സിൽ ഞാനൊരു ആണി അടിച്ചു, നീ അമ്മയും കൊണ്ട് ഇനി യാത്ര ചെയ്തില്ലെങ്കിൽ അവർ മരിച്ചു പോയിട്ട് കൊണ്ടുപോകാമായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല എന്നുണ്ട് ഇതിൽ. ഇതാണ് മോറൽ ഓഫ് ദ സ്റ്റോറി. എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, അതാരോ ആയിക്കോട്ടെ, അവരുടെ ഒപ്പം നല്ല മൊമെൻറ്റ്സ് ഷെയർ ചെയ്യുക, നല്ല ബ്യൂട്ടിഫുൾ സ്പേസസ് കാണുക, നല്ല മെമ്മറീസ് ഉണ്ടാക്കുക. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് മോറൽ. പിന്നെ മദേഴ്സ് വ്യൂ പോയിന്റിലുള്ള കുറച്ച് സ്റ്റോറീസും കൂടി ഉണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസിങ് പറഞ്ഞാൽ ഞാൻ ആകെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി നേരത്തെ പറഞ്ഞത് വെച്ച് വലിയ പോയിന്റ്സ് ഒന്നും ഇല്ല അല്ലേ? ഇല്ലല്ലോ. ഓക്കെ, പിന്നെ ബുക്കിലേക്ക് വന്നത്. ഈ ബുക്ക് ഞാൻ കൊറോണ സമയത്ത് എഴുതി തീർത്തതാണ്. 252 പേജ് ഉണ്ടായിരുന്നു അന്ന്. പിന്നെ ബുക്കിൻ്റെ സൈസ് വലുതായിപ്പോൾ കുറച്ച് കുറഞ്ഞു. അന്ന് ഞാനിത് അന്ന് ഫ്രീ ടൈം അല്ലേ, അത്രയും ഫ്രീ ടൈം അല്ലേ, എനിക്ക് വേറെ ഒരു പണിയില്ല, വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ അന്ന് ഞാനത് എഴുതി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് വായിച്ച് നോക്കുമ്പോൾ എനിക്കൊരു അച്ഛൻ്റെ ബുക്സിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ല, അച്ഛൻ്റെ ബുക്സിൻ്റെ ഒരു ലാംഗ്വേജ് ഇല്ല, സംസ്കൃതമില്ല, സ്പിരിച്വാലിറ്റി ഇല്ല. അങ്ങനെ ഞാനത് എടുത്ത് കട്ടപ്പുറത്ത് വെച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്നെ ഇത് കീപ്പ് ഓൺ ഇൻസ്പയറിങ്, ചെയ്യൂ, അത് നന്നായിരിക്കും, ഓരോ ചാപ്റ്റർ പുള്ളി വായിച്ച് നോക്കിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെ ഒരു പുഷ് ഉണ്ടല്ലോ. ഒരു 2022 ആയപ്പോൾ ഞാൻ വീണ്ടും എടുത്തിട്ടൊന്ന് മൊത്തം അഴിച്ച് പണിതു. അതിലൊരു 4 ചാപ്റ്റേഴ്സ് മാറ്റി. രാജസ്ഥാനൊക്കെ ഭയങ്കര വലിയ ചാപ്റ്ററായിരുന്നു, അപ്പോൾ അത് ഒഴിവാക്കി. അങ്ങനെ 2-3 സ്ഥലങ്ങൾ ഒഴിവാക്കി. ഒന്നും കൂടി ഒന്ന് റീവർക്ക് ചെയ്തിട്ട് ഞാനിത് കറൻ ബുക്സ്, പെപ്പിൻ്റെ മകൻ തോമസ്, അവരുടെയാണ്, തോമസ് മുണ്ടശ്ശേരി, പഴയ 60 years ആയിട്ടുള്ള പബ്ലിഷേഴ്സാണ്. MTയുടെ ഒക്കെ ഒരുപാട്, എൻ്റെ അച്ഛൻ്റെ എല്ലാ ബുക്സും അവരാണ് ചെയ്തിട്ടുള്ളത്, വലിയ ആൾക്കാരാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഞാൻ ഈ ബുക്ക് കൊടുത്തിട്ട് പറഞ്ഞിട്ട് നീ ഒന്ന് നോക്കിയിട്ട് പറയ്, കൊള്ളാമെന്ന് ഇല്ലയെന്ന് പറയും, അച്ഛനായിട്ട് കമ്പയർ ചെയ്യേണ്ട കേട്ടാന്ന് പറഞ്ഞു. അവർ റീഡിങ് പാനലിന് കൊടുത്തു, വായിച്ചു, ചേട്ടാ അത് കൊള്ളാം, രസമുണ്ട്,
ലൈഫുണ്ട്, അമ്മയായിട്ട് പോകുന്ന ഒരു ലവ്, ഒരു ബോണ്ടിങ് അതിൽ കാണാണ്ട് ചേട്ടൻ നമുക്ക് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. 2023 പുള്ളി ഇറക്കാമെന്ന് പറഞ്ഞു. 2023 വി ആർ സ്റ്റാൻഡിങ് ഇൻ 2025. അപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുക, അച്ഛൻ അതൊരു നാണക്കേടാവും. അച്ഛൻ്റെ ബുക്സ് ഇപ്പോഴും പൂജാമുറിയിൽ എടുത്തു വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അച്ഛൻ്റെ ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ ഹിമാലയത്തിൽ കൂടെ നമ്മളെ മനസ്സഞ്ചരം നടത്തുന്ന ആൾക്കാർ പറയണവരുണ്ട്. അച്ഛൻ്റെ റീഡേഴ്സൊക്കെ ഹാർഡ് കോർ റിയലിസ്റ്റിക് റീഡേഴ്സാണ്. എൻ്റെ കയ്യിലുള്ളത് ഈ സോഷ്യൽ മീഡിയയിലൊരു യങ്സ്റ്റേഴ്സ് സ്ട്രെങ്ത്തും പിന്നെ കുറച്ച് അമ്മമാരുമാണ് എൻ്റെ സ്ട്രെങ്ത്ത്. അത് വെച്ചത് വർക്കാവുമോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ അച്ഛനതൊരു നാണക്കേടാവോ? MK രാമേന്ദ്രൻ്റെ മകൻ്റെ ലാംഗ്വേജ് ഇത്രയേ ഉള്ളൂ. സച്ചിൻ്റെ മോൻ സച്ചിൻ്റെ പോലെ തന്നെ കളിക്കണമല്ലോ. അമിതാഭ് ബച്ചൻ്റെ മോൻ അമിതാഭ് ബച്ചൻ്റെ റേഞ്ചിൽ വരില്ലല്ലോ. അപ്പോൾ എനിക്കങ്ങനെ എന്നോട് തന്നെ ഒരു അപകർഷതാബോധം എന്ന് പറയില്ലേ, ഞാനതങ്ങനെ അങ്ങനെ പിന്നാക്കം വെച്ചു. ലാസ്റ്റ് ഒരു നവംബറായപ്പോൾ തോമസ് വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഞാനിത് ഇറക്കുക, ഇനി വേറെ ഒന്നും നോക്കാനില്ല എന്ന്. എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചു. ഇന്ന് 31 മറ്റന്നാളാണ് ബുക്ക് റിലീസ്. 2nd എഡിഷൻ പ്രിൻറ്റിന് പോയി ഇന്ന്. ആക്ച്വലി ഞാൻ കുട്ടി സക്സസ്സുകൾ ഇപ്പോൾ കണ്ടു തുടങ്ങി. വലുതില്ല, പഴയ പോലത്തെ വലിയ വാവ് ഫാൻസി ഒന്നുമില്ല, ഗ്ലാം ഒന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ ഇപ്പോൾ ആ ബുക്ക് വായിച്ച മെയിൽ അയച്ച പയ്യൻ, എനിക്ക് അവനോട് എനിക്ക് ആ ചെക്കനെ കാണണമെന്ന് തന്നെ ഒരാഗ്രഹം. എന്ന് വെച്ചാൽ അവൻ പറയാ, ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുന്നതാണ് എൻ്റെ സക്സസ് പോയിൻ്റ്. അല്ലാണ്ട് എൻ്റെ ബാങ്ക് ബാലൻസിൽ 100 കോടി രൂപ ഉണ്ടാവണതല്ല എൻ്റെ സക്സസ് പോയിൻ്റ്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ഐ റിയലൈസ് ദാറ്റ്. അതല്ല ഒരാളുടെ വിജയം. ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളിൽ വലിയ സന്തോഷം കണ്ടു തുടങ്ങി ഞാൻ. ആ പയ്യനയച്ചത്, അതേപോലെ എന്നെ പുറത്തുനിന്ന് വിളിച്ച ഒരാളെ ഞാൻ എഴുതിയിട്ടുണ്ടായിൽ, പുറത്തുനിന്ന് ഒരിക്ക വിളിച്ചതാ. പുള്ളി വെരി ലോ പ്രൊഫൈൽ, ഒരു ദാരിദ്ര്യം പിടിച്ചൊരു പുള്ളിക്കാരനായിരുന്നു. കാശുണ്ടാക്കാൻ വേണ്ടി പുറത്ത് പോയി പുള്ളി. ദുബായിൽ പോയി, JCCയിൽ എവിടെയാണെന്ന് എനിക്കറിയില്ല, പോയി ഭയങ്കര ഫിൽത്തി ബ്ലഡി റിച്ചായി പുള്ളി. വലിയ വീടും വലിയ വണ്ടികളും, നാട്ടിൽ വലിയ വീടും, മലപ്പുറം ഭാഗത്താണ് വലിയ വീടൊക്കെ പണിത് വലിയ സംഭവമായി. അമ്മയെ മെക്കെ കൊണ്ടുപോകണമെന്നായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ഡ്രീം പ്രോജക്റ്റ്. അതിനു വേണ്ടിയാണ് പുള്ളി എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ തന്നെയാണ് ശരത്ത് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇയാൾ വിളിച്ച് ഇങ്ങനെ അലറിക്കരയാണ്, പൊട്ടിക്കരയുക. അതായത് ഈ മക്കയെ പോവാമെന്ന് തീരുമാനിച്ച സമയത്ത്, അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് ഉമ്മ മരിച്ചുപോയി. ആ പുള്ളി കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഇയാൾ വിളിച്ച്, ഇയാളുടെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് കരച്ചിൽ വരുന്നു. ഞാൻ പറഞ്ഞ, എന്നെ ഒരു പരിചയമില്ലാത്ത ഒരാൾ വിളിച്ച് എന്തിനാ എന്നോട് കറിയണേ. പക്ഷെ ആളുടെ ആ ഇമോഷൻ, ആളുടെ അമ്മയെ കൊണ്ടുപോകാൻ പറ്റാത്ത ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ, അല്ലാത്തവർക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത്, എത്രയും വൈകിക്കാതെ എത്രയും പെട്ടെന്ന്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആഗ്രഹമുള്ള എൻ്റെ ചെക്ക് ലിസ്റ്റിലുള്ള എല്ലാ സ്പേസിലും ഞാൻ അമ്മയെ കൊണ്ടുപോയി. ഇനിയുള്ളത് ഗ്രീഡാ, അത്യാഗ്രഹ. ബാക്കി ആഗ്രഹം ഉണ്ടായിരുന്നെല്ലാം ഞാൻ പോയി കഴിഞ്ഞു. അപ്പം എത്രയും പെട്ടെന്ന് അങ്ങനെ തീരുമാനിച്ചിട്ടുള്ള സ്ഥലങ്ങളും അങ്ങനെ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയുള്ളതുണ്ടെങ്കിൽ ഡു ഇറ്റ് ആസ് സൂൺ ആസ്. ഡിലേ ആക്കരുത്. ഇന്ന് പറ്റിയ ഇന്ന്, നാളെ പറ്റിയ നാളെ. ചിലപ്പോൾ എല്ലാവർക്കും യാത്ര ഇഷ്ടപ്പെടണമെന്നില്ല. കുക്കിംഗ് ഇഷ്ടമുള്ള അമ്മമാരുണ്ടാവും, സ്റ്റിച്ചിങ് ഇഷ്ടമുള്ള അമ്മമാരുണ്ടാവും, അതല്ലെങ്കിൽ റീഡിങ് ഇഷ്ടമുള്ള അമ്മമാരുണ്ടാവും. അങ്ങനെ അവരുടെ ലൈക്സ് വേറെ ആയിരിക്കും. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് യാത്രയാണ്. ഞാൻ അതിന്മ തന്നെ പിടിച്ചു, അതിന്മ തന്നെ അണിയടിച്ചു, അതന്നെ കീപ്പ് ഓൺ ഡൂയിങ്. ഇപ്പം അമ്മയ്ക്ക് ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പോവാണ്ടിരുന്ന അമ്മയ്ക്ക് ആകെ ഒരു വിമ്മിഷ്ടമാണ്. അമ്മയ്ക്ക് ആകെ ഒരു ക്ലോസ്ട്രോഫോബിയ ഫീൽ ചെയ്യും എങ്ങോട്ടെങ്കിലും പോയില്ലെങ്കിൽ. ആ ഒരു എന്താ പറയുക, ഒരു സൺ അമ്മ മകൻ എന്നുള്ളൊരു ഇതിൽ നോക്കുമ്പോൾ ഐ എം ദ മോസ്റ്റ് സക്സസ്ഫുൾ. പക്ഷേ അച്ഛൻ നോക്കുമ്പോൾ അച്ഛൻ ഉണ്ടാക്കി വെച്ചൊക്കെ കൊണ്ട് കളഞ്ഞൊരു പയ്യനാണ് ഞാൻ. അപ്പോൾ ഇനി നമുക്കൊരു റാപ്പിഡ് ഫയർ സെക്ഷനാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ മനസ്സിൽ തോന്നുന്ന എന്താണ് അപ്പനടിയാം. അപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള മോസ്റ്റ് എക്സ്പെൻസീവ് പർച്ചേസ് എന്തായിരിക്കും? അതിപ്പോൾ ഏറ്റവും വലുത് കാറായിരിക്കുമല്ലോ. അങ്ങനെ പറയാൻ പറ്റുമോ? അതോ അല്ലെങ്കിൽ അത് ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിയിട്ടുള്ള ഒരു സാധനം, അങ്ങനെ ഉണ്ടോ? ഓക്കെ, ബജറ്റ്. ഇതുവരെ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ഉണ്ടോ? കൊക്കിലൊതുങ്ങാവുന്നേ കൊത്താവോ? ക്യാഷ്, കാർഡ്, UPI, ഇതിലേതാണ് കൂടുതൽ യൂസ് ചെയ്യുക? UPI. ഇപ്പോൾ ഒരു ലോട്ടറി അടിച്ചു, എന്ത് വാങ്ങിക്കും? ഒരു റേഞ്ച് റോവർ വോഗ്. മണി ക്യാൻ ക്രിയേറ്റ് ഫ്രിക്ഷൻ ഇൻ റിലേഷൻഷിപ്സ് തോന്നിയിട്ടുണ്ടോ? ഇല്ല.
സ്വൈപ്പ് ചെയ്യുക പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുക അങ്ങനെയാണോ അതോ സ്വൈപ്പ് ചെയ്യുന്നതിന് മുന്നേ കുറേ ആലോചിച്ചിട്ടാണോ സ്വൈപ്പ് ചെയ്യുക? സ്വൈപ്പ് ചെയ്യുന്നതിന് മുന്നേ ആലോചിച്ചിട്ടേ സ്വൈപ്പ് ചെയ്യാറുള്ളൂ. ഇതുവരെ എന്തെങ്കിലും ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഞാൻ പറയുന്ന ചെറുപ്പം തൊട്ടിട്ടില്ല ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ചെറിയ ചെറിയ പൈസ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വാങ്ങിച്ച എന്തെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് സൈക്കിൾ. എന്താണ് ശരത്തിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ സക്സസ്? മനസമാധാനമായിട്ട് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നതാണ് ഫിനാൻഷ്യൽ സക്സസ്. ട്രൂലി ഒരു വാല്യൂ മണിയുടെ റിയലൈസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ 5 ലക്ഷം രൂപ കയ്യിലുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ പറയണ പോലെ 500 രൂപ കയ്യിലെടുക്കാനില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 സൈഡും ഞാൻ കണ്ടിട്ടില്ല ലൈഫിലെ. ഒരു നല്ല സ്റ്റേജും ഉണ്ടായിരുന്നു, വെരി ഡൗൺ സ്റ്റേജും ഉണ്ടായിരുന്നു. അപ്പോൾ ഐ നോ ദ വാല്യൂ ഓഫ് മണി. ശരത്തൊരു എലിജിബിൾ ബാച്ചിലറാണ്. അപ്പോൾ പണ്ട് കുറേ മറന്നുപോയി കല്യാണം കഴിക്കാൻ. ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽ പെട്ടിട്ടേ ആലോചിച്ചില്ല അതിനെക്കുറിച്ച്. എന്തായാലും കുറേ ക്രഷും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിണ്ടാവും. ക്രഷായി. അപ്പോൾ ഡേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ബിൽസ് ആര് പേ ചെയ്യും? ഞാൻ പേ ചെയ്യും. എനിക്ക് ഇഷ്ടമല്ല പെൺകുട്ടികളെ കൊണ്ട് ബില്ല് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ നോട്ട് കൊടുക്കും. ചെയ്തോളൂ. ഇനി ആരും നോട്ട് ചെയ്യണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ശരിക്കും ശരത്തിൻ്റെ ഈ ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു മഴയും ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ വകവയ്ക്കാതെ വന്ന് ഇൻ്റർവ്യൂവിന് വന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ഇങ്ങനൊരു ഷോയിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഞാൻ വേറെ എവിടെയും ഡിസ്കസ് ചെയ്യാത്ത കുറേ പോയിൻറ്റ്സ് ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ ഡിസ്കസ് ചെയ്തു. ഇനി നാളെ ഇതിനെ ചൊല്ലി കുറേ ഇൻ്റർവ്യൂസ് എനിക്ക് വരുമായിരിക്കും. അപ്പോൾ ദയവ് ഇത് കൂടുതൽ ചോദിക്കരുതെന്ന് പറയുന്നു അടുത്ത ഇൻ്റർവ്യൂക്കാരോട്. കാരണം ഇതിങ്ങനൊരു സാമ്പത്തികം മാറ്ററായിട്ടുള്ളൊരു സ്പേസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. ഇത് കുറേയൊക്കെ എൻ്റെ പേഴ്സണൽ തിങ്സാണ്. എനിക്കതൊന്നും വേറെ എവിടെയും ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നാളെ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി സേഫ് ഫോർ ദം. അപ്പോൾ എല്ലാവരും നല്ല നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് മണി പ്രോപ്പറായി മാനേജ് ചെയ്ത് മണി അധികം സ്നേഹിക്കാതെ ഒരു ദൂരത്ത് നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് പതുക്കെ കൊണ്ട് നടന്നാൽ ആൾ നമ്മുടെ കൂടെ വന്നോളും. അല്ലെങ്കിൽ എനിക്ക് വേണം, എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു ആക്രാന്തം വന്നാൽ അത് നെഗായി നേരെ റിപ്പല് ചെയ്ത് പോവും. മാഗ്നറ്റ് കണ്ടിട്ടില്ലേ, വേറൊരു പൊസിഷനിൽ വെച്ച് ആളിങ്ങനെ നീങ്ങിപ്പോവില്ലേ. അങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഈ ചക്രത്തിൽ. അത് എപ്പോഴും ഇങ്ങനെ തിരിയുമല്ലോ. പണ്ട് കാലത്ത് പറഞ്ഞിട്ടില്ലേ, ചക്ര അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാലത്തിൽ എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു. ഒരു കാലത്തിൽ അതങ്ങനെ ആ ചക്രം തിരിഞ്ഞ് ഒന്നുമില്ലാത്തൊരു സ്റ്റേജ് വന്നു. ഇപ്പം ഇങ്ങനെ കുറച്ചൊന്ന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി മുകളിലേക്ക് കയറിയാലും ഇല്ലെങ്കിലും അത് ഇല്ലാതെ ഞാൻ എങ്ങനെയെന്നുള്ളൊരു സ്റ്റേജ് ഞാൻ പഠിച്ചു. അത് കാരണം ഇനി എനിക്കത് കയറിയാലും ഇല്ലെങ്കിലും ഇല്ലാത്തത് എങ്ങനെ പോകാമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർവ്യൂവിൽ വന്ന് അത് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ താങ്ക്സ് എ ലോട്ട്.